ചടയമംഗലത്ത് മൊബൈൽ ഫോൺ കടയിൽ നിന്നും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും മോഷ്ടിച്ച സംഭവത്തിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ഉൾപ്പെടെ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കല്ലമ്പലം സ്വദേശികളായ അൽ-അമീൻ, മുഹമ്മദ് ആഷിഖ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മുഹമ്മദ് ഇർഫാൻ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 1-ാം തീയതി രാത്രി 1:30 മണിയോടുകൂടി ചടയമംഗലത്തെ മൊബൈൽ കടയുടെ പിൻഭാഗം പൊളിച്ച് അകത്തു കയറിയ മോഷ്ടാക്കൾ കടയിൽ സൂക്ഷിച്ചിരുന്ന 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും കേസിലെ 1-ാം പ്രതിയായ കിളിമാനൂർ സ്വദേശി ജസീമും അൽ-അമീനും ചേർന്ന് മോഷ്ടിച്ചു കടത്തി. മോഷണത്തിന് ശേഷം കാറിൽ കാത്തുനിന്ന ഇവരുടെ സഹായികളായ 2 പേരുടെ പക്കൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇവർ കല്ലമ്പലത്ത് എത്തിയ ശേഷം മൊബൈൽ ഫോണുകൾ വിൽക്കുന്നതിനു വേണ്ടി ജസീമും അൽ-അമീനും ചേർന്ന് കാറിൽ എറണാകുളത്ത് എത്തിയെങ്കിലും മൊബൈൽ ഫോണുകൾ വിൽക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ചെന്നൈയിൽ എത്തിച്ചാണ് മൊബൈൽ ഫോണുകൾ വിൽപ്പന നടത്തിയത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ചടയമംഗലം പോലീസ് പ്രതികളിലേക്ക് എത്തിച്ചേർന്നത്. ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ചടയമംഗലം ജംഗ്ഷനിൽ ഒരു മൊബൈൽ ഷോപ്പ് തെഫ്റ്റ് നടന്നിരുന്നു. അത് ഈ മാസം 1/8/2025 തീയതി വെളുപ്പിന് ഒരു 2 മണിയോടുകൂടിയാണ് ഈ തെഫ്റ്റ് നടന്നത്. അത് ഈ കടയിൽ CCTV എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ ഈ കടയുടെ ബാക്ക് സൈഡിലൂടെ പുരയിടത്ത് കൂടെ നടന്നു വന്ന് 2 യുവാക്കൾ ഈ ബാക്കിലത്തെ ഡോറ് പൊളിച്ച് അകത്ത് കയറി ഈ മൊബൈൽ ഷോപ്പിലുണ്ടായിരുന്ന ഒരു 50ഓളം മൊബൈൽ ഫോണുകളും 3 ലാപ്ടോപ്പുകളും മോഷണം ചെയ്തു കൊണ്ടുപോയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ ദുഷ്കരമായ ഒരു അന്വേഷണമായിരുന്നു നടത്തിയത്. കാരണം ഇവർ കയറുന്ന സമയത്ത് ഈ പറഞ്ഞ മാസ്കും ഗ്ലൗസും ഇട്ട് ഒരു ഐഡൻറ്റിഫിക്കേഷൻ പോലും അവർ എക്സ്ക്ലോസ് ചെയ്തില്ല. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CCTV പലതും നോക്കി. അതുപോലെ ഇവർ വണ്ടിയിലാണ് വന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടി നമ്മൾ ട്രേസ് ചെയ്ത് ഈ CCTV ഫുട്ടേജ് മാക്സിമം നമ്മൾ കളക്ട് ചെയ്ത് ഏകദേശം ഒരു 100ഓളം CCTV ഫുട്ടേജുകൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ 2 പ്രതികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതികളുമായിട്ട് അസോസിയേറ്റ്സ് ഒരു 2 സുഹൃത്തുക്കളുണ്ട്. അവർ നേരിട്ട് ഈ ക്രൈമിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിലും ഇവർക്ക് സഹായിയായിട്ട് ഇതിന് അടുത്തുള്ള പ്രദേശങ്ങളിൽ മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നു. ഇവർ ഈ സാധനങ്ങൾ മോഷ്ടിച്ച് ഇവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഉടനെ തന്നെ ഈ സാധനങ്ങൾ വിൽക്കാനായിട്ട് അന്യ ജില്ലകളിലേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ഈ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. കേസിലെ 1-ാം പ്രതിയായ ജസീമിന്റെ ഉടമസ്ഥതയിൽ കല്ലമ്പലത്തുള്ള പഞ്ചർ കടയിൽ നിന്നും ലാപ്ടോപ്പുകളും ബാക്കി മൊബൈൽ ഫോണുകളും പോലീസ് കണ്ടെടുത്തു. കേസിലെ 1-ാം പ്രതിയായ ജസീം ഒളിവിലാണ്.